ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർഷൽ സാദിഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക വീട്ടിൽ. യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഹിരോഷിമ, നാഗസാക്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ അണുബോംബ് വർഷിച്ചതിനെ പറ്റിയാണല്ലേ. ഫാറ്റ് ബോയ്, ലിറ്റിൽ ബോയ് എന്ന് തുടങ്ങിയ ആ ഒരു ബോംബുകൾ വർഷിച്ചത് മൂലം എത്ര വലിയ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായതെന്ന്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. എങ്കിൽ ഈ കാലഘട്ടത്തിനനുസൃതമായിട്ട് പുതിയ ഒരു ബോംബ് നമ്മുടെ അയൽ രാജ്യമായ ചൈന വികസിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരീക്ഷണം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരെ അയച്ചു കൊടുക്കാനും തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ ഇടുമെന്ന് പ്രതീക്ഷയുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൈന ഇന്ത്യയുടെ വളരെ നല്ലൊരു അയലത്തുകാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അല്ലെന്നൊക്കെ പറയാം. കാരണം എപ്പോഴും നിരന്തരമായിട്ട് അതിർത്തികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പ്രകോപനങ്ങൾ ഉണ്ടാക്കുവാനും നമ്മുടെ എതിർകക്ഷിയായിട്ട് നിൽക്കുവാനും ഒക്കെ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കാറുണ്ട്. എന്നാൽ വ്യാപാര അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ, അതായത് ചൈനയിലേക്ക് പോലും ഇപ്പോൾ കയറ്റി അയക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ചൈനയിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ, ചൈനയുടെ ഒരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ എന്നുള്ളത്. എങ്കിൽ പോലും അവർ ഒരു സൈഡിൽ നിന്ന് നമ്മളെ ചൊറിഞ്ഞുകൊണ്ട് വരിക്കുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് നമ്മൾക്ക് സാധനങ്ങൾ വിറ്റ് അവർ ഇവിടുന്ന് കാശുമായിട്ട് പോകുന്നുമുണ്ട്. ഒരു സമയത്തൊക്കെ ചൈനയുടെ സാധനങ്ങൾ നമ്മൾ നിരോധിക്കണം, വാങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചൈനയുടെ ഒരുപാട് ആപ്പുകളുമൊക്കെ ഇന്ത്യയിൽ നിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും വാഹന വിപണിയാണെങ്കിലും ഒരുപാട് ചൈനീസ് കാറുകളൊക്കെ നമ്മുടെ ഈ ഒരു ഇന്ത്യയിലേക്ക് വരികയാണ്. എന്നാൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും യുദ്ധത്തിൽ എങ്ങനെയാണ് ചൈന ഒരുപടി മുൻപോട്ട് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവം എന്താണെന്നും അതിൻ്റെ പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം, അതിൻ്റെ പ്രവർത്തന തത്വങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചൈന ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പുതിയ ബോംബ് എന്തിനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഗ്നീഷ്യം ഹൈഡ്രേറ്റിനെ ബേസ് ചെയ്തിട്ട് ഹൈഡ്രജൻ കണികകൾ താപവികരണത്തിലൂടെ മൾട്ടിപ്പിൾ ചെയ്ത് പോകുന്ന രീതി, അതായത് ആറ്റം ബോംബിൻ്റെ അതേ രീതിയാണ്. പക്ഷേ എന്നാൽ ഒരു മറ്റുള്ള രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ പോലും ഒരു ആക്രമണത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തിരിച്ചടി കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ സംവിധാനം തന്നെയാണ് ചൈന വികസിപ്പിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു ബോംബ്. ഇതിന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ പൊട്ടിച്ചു നോക്കുകയും ഒക്കെ ഉണ്ടായി. വളരെ കൺട്രോൾഡായിട്ട് അവരുടെ കൺട്രോൾഡായിട്ടുള്ള പ്ലേസിൽ ഈ ഒരു സംഭവം അവർ പ്രയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും അതിശയപ്പെടുന്ന ഒരു റിസൾട്ടാണ് അവർക്ക് കിട്ടിയെന്നുള്ളതാണ് ലോകമാധ്യമങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നമ്മളെയും തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലേസറിനെ പറ്റി, അതായത് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ലേസർ എന്ന് പറയുന്ന ആ ഒരു ആയുധത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇന്ത്യയും വളരെ മുമ്പോട്ടായിട്ട് നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ചൈനയുടെ ഈ ഒരു ബോംബ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രഹരശേഷിയുള്ളതായിരിക്കും. അതെങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലീൻ എനർജി സൊല്യൂഷൻ എന്നുള്ള പേരിൽ PLA, അതായത് പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നുള്ള രീതിയിൽ ഉള്ള അവരുടെ ആ ഒരു ഗവൺമെൻറ് മുമ്പോട്ട് വയ്ക്കുന്ന ആ ഒരു പുതിയ ആശയവും പുതിയൊരു യുദ്ധമുഖവുമാണ് ഈ ഒരു ബോംബിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായിട്ടും അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തെ പേടിപ്പിക്കാനും ആധിപത്യം സ്ഥാപിക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു ബോംബ് കൊണ്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് വരാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അമേരിക്ക തായ്വാനെ സഹായിക്കുന്നതിലൂടെ അതിന് പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചൈനയ്ക്ക് അമേരിക്കയോട് ദേഷ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രത്തിൽ ശരിക്കും അമേരിക്കയെ മറികടക്കണം എന്നുള്ളതാണ് ചൈനയുടെ എപ്പോഴുമുള്ള ആ ഒരു ഡ്രീം. അപ്പോൾ അങ്ങനെ ആ ഒരു രാജ്യത്തിന് മുമ്പിലേക്ക് ചെല്ലുമ്പോഴേക്കും കയ്യിൽ കേപ്പബിളായിട്ടൊരു വലിയ വെപ്പൺ വേണം എന്നുള്ള ആഗ്രഹം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. തായ്വാൻ എന്ന ആ ഒരു സ്ഥലത്തെ US സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രതിരോധ ശക്തികൾക്ക് അവർ പവർ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ ഒരു വെപ്പൺ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അവർക്കൊരു വലിയ നേട്ടമാണ് കൊടുക്കുന്നത്. പിന്നെ കൂടാതെ ചൈനയുടെ കടലിലും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ബോംബ് കൊണ്ട് അവർക്ക് കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. മഗ്നീഷ്യം ബേസ്ഡ് സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ആ ഒരു മഗ്നീഷ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന രാസപദാർത്ഥം വെച്ചിട്ടാണ് ഇവർ ഈ ഒരു ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്. 2 കിലോളം വെയിറ്റ് മാത്രമേ ആ ബോംബിന് ഉണ്ടായിരിക്കുകയൊക്കെ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും പ്രഹരശേഷി ഭയങ്കരമായിരിക്കും. കാര്യം ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ താപവിഘടനത്തിലൂടെ ഇതൊരു വലിയ എനർജി, അതായത് ഒരു വലിയ ചൂടിനെ സൃഷ്ടിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ മേത്ത് അടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് 100 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വലിയ ഡിഗ്രി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ 100 ഡിഗ്രിയുടെ
10 മടങ്ങ്, അതായത് 1000 ഡിഗ്രിയിലേക്ക് 2 സെക്കൻഡ് കൊണ്ട് അവിടുത്തെ എയറിനെ മുഴുവൻ അവർക്ക് ചൂടാക്കാൻ കഴിയുന്ന രീതിയിൽ, അതായത് ആ ബോംബ് വീണ് പൊട്ടുമ്പോഴേക്കും ഇതിലെ ഘടനകൾ വിഘടിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നൊരു വലിയ തീ ഉണ്ടാകുകയും ആ തീഗോളം, അതായത് ഹിരോഷിമ നാഗസാക്കിയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു വലിയ തീഗോളം മുകളിലേക്ക് ഉയരുകയും അന്തരീക്ഷത്തെ മുഴുവൻ അത് ഒരു വലിയ ചൂടിലേക്ക് നയിക്കുക, അതായത് 1000 ഡിഗ്രി സെൽഷ്യസിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് അവിടെയുള്ള ആ ഓരോ സാഹചര്യത്തെ നശിപ്പിക്കാൻ, അതായത് വളരെ സെക്കൻഡുകൾ കൊണ്ട്, മൈന്യൂട്ടായിട്ടുള്ള സെക്കൻഡുകൾ കൊണ്ട് ഇരുമ്പിൻ്റെ അലോയികളെ വരെ ഉരുക്കി കളയാൻ പാകത്തിനുള്ള ആ ഒരു ചൂടാണ് ഇത്രയും എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവിടുത്തെ സ്ട്രക്ചർ പോലും ഒന്നും നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് വീഴുന്നതിന് ഇത്ര ചുറ്റുപാട് അകലെയുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സൈന്യം നിൽക്കുകയാണ്, അവരുടെ മുമ്പിലേക്ക് ഈ ഒരു ബോംബ് വീഴുന്നു, അവിടെ വീണ് കഴിഞ്ഞാൽ ഉടനെ അവർ അത്രയും പേര് നശിച്ചു പോവുകയാണ്, അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയാണ്. ഒരു റോഡ് ബ്ലോക്ക് ചെയ്യാൻ, ഒരു പാലം നശിപ്പിച്ച് കളയാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈനിക കേന്ദ്രങ്ങളിലൊക്കെ അക്രമം നടത്താൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇവർക്ക് പെട്ടെന്ന് അക്രമം നടത്താൻ പറ്റുന്ന ഒരു ബോംബ് കൂടിയാണ് ഇതെന്നുള്ളത് ശരിക്കും അതിൻ്റെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഷാങ്സി എന്ന് പറയുന്ന ചൈനയുടെ സ്ഥലത്ത് ഒരു ഫാക്ടറി ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വർഷത്തേക്ക് 150 ടണ്ണോളം ഹൈഡ്രജൻ്റെ ആ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുന്ന, മഗ്നീഷ്യം ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അവർ കേപ്പബിൾ ആയിട്ടുള്ള ആ ഒരു കമ്പനി അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്ഥാപനം അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ അവരതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും ഇതിൻ്റെ ഈ ഒരു ബോംബ് എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും, അതായത് അവരുടെ വിമാനങ്ങളിലാണെങ്കിലും ഫൈറ്റർ ജെറ്റുകളിലാണെങ്കിലും ഇനിയിപ്പോൾ കപ്പലുകളിലാണെങ്കിലും എല്ലായിടത്തും അവർക്കത് പ്ലേസ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് നിർമ്മിച്ച് വയ്ക്കാനും ഒക്കെ കഴിയും. ഇതിനിപ്പോഴേ നിരോധനമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു രാജ്യങ്ങളിലെ നിരോധനമൊക്കെ ഉണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ, പക്ഷേ ഇത് ആണവായുധം എന്നുള്ളൊരു ലേബലല്ല കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്നൊരു നിരോധനമൊന്നും ഇതിന് വന്ന് അല്ലെങ്കിൽ ചൈനയെ പൂട്ടാൻ പറ്റും എന്നുള്ള രീതിയിലേക്കൊന്നും പെട്ടെന്ന് വരും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്കിതിൻ്റെ സിമ്പിളായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഉറുമ്പിൻ്റെ കൂടിന് മുകളിൽ ഒരു തുള്ളി പെട്രോൾ നമ്മൾ ഇട്ടിട്ട് അതിനൊരു ചെറിയ തീ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പെട്ടെന്ന് കത്തിപ്പടർന്നു പോകുന്നൊരു ഫീല് വരില്ലേ? ആ ഒരു ഫീലിലായിരിക്കും മനുഷ്യനും ഇതിൻ്റെ അടിയിലുണ്ടാവുക. ഞാനിങ്ങനെ കൗതുകത്തിനായിട്ട് നോക്കുമായിരുന്നു, ചൈന അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ വരും അവരുടെ മിസൈലുകളെന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ വരുമോ എന്നൊക്കെ നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കേരളത്തിൽ വരും എന്നുള്ളതാണ്. കേരളത്തിലെ കൂടംകുളം, നമ്മൾക്കിവിടെ അടുത്തുള്ള, അതായത് മുതുകുളത്തുള്ള ചേപ്പാട് ഭാഗത്തായിട്ടുള്ള ആ ഒരു NTPC, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ അവരുടെ ലിസ്റ്റിലുണ്ട് എന്നുള്ളതും അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭീതികരമായൊരു കാര്യമാണ്. കാരണം ഒരു മിസൈൽ തൊടുത്തു വിട്ടാൽ ഇത്ര റേഞ്ചിൽ പോയി പൊട്ടണം എന്ന് പറഞ്ഞാൽ ഈ സിമ്പിളായിട്ട് ഇവിടേക്ക് വന്ന് പൊട്ടാൻ പാകത്തിന്, ഈ ഒരു ദേശത്തെ കരിക്കാൻ പാകത്തിനുള്ള കേപ്പബിലിറ്റി ഉള്ളതാണ് അവരുടെയൊക്കെ രാജ്യങ്ങളിലിരിക്കുന്ന ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നയതന്ത്ര കാര്യങ്ങളും അല്ലെങ്കിൽ സുരക്ഷ ആ ഒരു ഡെവലപ്മെൻറ്റ്സും ഒരുപാട് നമുക്ക് വലുതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് സേഫായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ പുതിയ ലോകത്ത് ഒരുപാട് വലിയ മാറ്റങ്ങളുമായിട്ട് ഒരുപാട് ആളുകളും വരുന്നുണ്ട്. ഇപ്പോൾ ചൈനയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൈനയിൽ ഒരു യൂട്യൂബർ പോയിട്ട് ലൈവ് സ്ട്രീമിംഗ് നടത്തി. അപ്പോൾ താഴെ വരുന്ന കമൻറ്റുകൾ നമ്മളെക്കാട്ടും 25 വർഷം മുമ്പാണ് അവർ ജീവിക്കുന്നത്. അതായത് കേരളത്തിലെയോ ഇന്ത്യയിലോ അല്ല മറ്റു നഗരങ്ങളിലേക്കാട്ടിലും ഒരു 25 വർഷം മുമ്പോട്ടുള്ള കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. കാരണം അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ നിരത്തുകളിൽ പോലും ഉള്ളതെന്നാണ് പറയുന്നത്. അത്ര വലിയൊരു രാജ്യം, അത്ര കേപ്പബിലിറ്റി ഉള്ള രാജ്യം ഇനിയിപ്പം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയണം, അല്ലാണ്ട് നമുക്ക് വഴികളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.